നമസ്കാരം. ഫുട്ബോൾ ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോ 2024-ൽ ഏവരും കിരീട ഫേവറേറ്റ്സുകളായി കണക്കാക്കുന്ന ജർമ്മനി സ്വിറ്റ്സർലൻഡുമായി സമനിലയിൽ പിരിഞ്ഞു. 1-1 എന്നതായിരുന്നു സ്കോർ നില. സ്വിറ്റ്സർലൻഡിനു വേണ്ടി ഡാൻ ഡോയ് ആയിരുന്നു ഗോൾ നേടിയതെങ്കിൽ ജർമ്മനിക്ക് വേണ്ടി ഗോൾ നേടിയത് സൂപ്പർ സബ്ബായി ഇറങ്ങിയ നിക്ലാസ് ഫുൾക്രഗ് ആയിരുന്നു. മത്സരത്തിൽ ആദ്യ ലീഡെടുത്തത് ജർമ്മനി ആയിരുന്നില്ല. 16-ാം മിനിറ്റിൽ റോബർട്ട് ആൻഡ്രിച്ചിൻ്റെ ലോങ് റേഞ്ച് ഷോട്ട് ഗോൾ കീപ്പർ യാൻ സോമറിനെയും മറികടന്ന് വലയിൽ പതിച്ചപ്പോൾ ജൂനിയൽ നെഗൽസ്മാനും സംഘവും ലീഡെടുത്തു എന്ന് തോന്നിപ്പിച്ചതാണ്. പക്ഷേ പിന്നീട് വാർ ചെക്ക് ചെയ്ത് ആ ഗോൾ ഡിസലൗഡ് ചെയ്യുകയായിരുന്നു. ഗോളിൻ്റെ ബിൽഡപ്പ് സമയത്ത് ജമാൽ മുസിയാലയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഒരു ഫൗളായിരുന്നു കാരണം. അപ്പോൾ മത്സരത്തിൻ്റെ 16-ാം മിനിറ്റ് പിന്നീടും സമയം ബാക്കിയായിരുന്നു. ജർമ്മനി ലീഡെടുക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിച്ചത്. പക്ഷേ ആദ്യ ലീഡെടുത്തത് സ്വിറ്റ്സർലൻഡാണെന്ന് മാത്രം. മത്സരത്തിൻ്റെ 28-ാം മിനിറ്റിൽ ഡാൻ ഡോയ് ആയിരുന്നു സ്വിറ്റ്സർലൻഡിന് വേണ്ടി ഗോൾ കണ്ടെത്തിയത്. പിന്നീട് ഹാഫ് ടൈമിന് ശേഷം ജർമ്മനി പല ശ്രമങ്ങളും നടത്തിയിരുന്നെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു. 90 മിനിറ്റിന് ശേഷം സ്റ്റോപ്പേജ് സമയത്താണ് ആ സമനില ഗോൾ വരുന്നത്. ഈ ടൂർണമെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ജർമ്മനിക്ക് വേണ്ടി 3 മത്സരങ്ങളും സബ്ബായി മാത്രം ഇറങ്ങിയ നിക്ലാസ് ഫുൾക്രഗിൻ്റെ ഈ ടൂർണമെൻറ്റിലെ 2ാമത്തെ ഗോൾ. മത്സരത്തിൽ ജർമ്മനിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് കായ് ഹവേർട്സ്, എൽകെ ഗുണ്ടോഗൻ, ജമാൽ മുസിയാല, ഫ്ലോറിയാൻ വിറ്റ്സ് എന്നിവർ ചേർന്നായിരുന്നുവെങ്കിൽ സ്വിറ്റ്സർലൻഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ച് എംബോളോ, ഡാൻ ഡോയ്, ഫാബിയാൻ റീഡർ എന്നിവർ ചേർന്നായിരുന്നു. ഈ മത്സരത്തോടു കൂടിയും ഇന്നലെ നടന്ന ഹംഗറി വേഴ്സസ് സ്കോട്ട്ലൻഡ് മത്സരത്തോടു കൂടിയും ഗ്രൂപ്പ് എയിലെ മത്സരങ്ങൾ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ ഗ്രൂപ്പ് ഫിക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ജർമ്മനിക്ക് 7 പോയിൻറ്റ് 1ാം സ്ഥാനത്താണ്. 2ാം സ്ഥാനത്തുള്ള സ്വിറ്റ്സർലൻഡിന് 5 പോയിൻറ്റ്, ഹംഗറിക്ക് 3 പോയിൻറ്റ്, സ്കോട്ട്ലൻഡിന് 1 പോയിൻറ്റ്. ഇതോടുകൂടി ജർമ്മനിയും സ്വിറ്റ്സർലൻഡും റൗണ്ട് ഓഫ് 16ലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി യൂറോ വിട്ട് കോപ്പ അമേരിക്കയുടെ വിശേഷങ്ങൾ. പലരും കിരീട ഫേവറേറ്റ്സുകളായി കണക്കാക്കുന്ന ഉറുഗ്വേയുടെ ഉദ്ഘാടന മത്സരമായിരുന്നു കഴിഞ്ഞുപോയത്. ഗ്രൂപ്പ് സിയിൽ പനാമയുമായിട്ടായിരുന്നു ഉറുഗ്വേയുടെ ആദ്യ മത്സരം. 3-1 അവർ വിജയിച്ചു കയറിയത്. ഉറുഗ്വായ്ക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് ഡാർവിൻ ന്യൂനസ്, മാക്സിമിലാനോ അറൗച്ചോ, മാത്യാസ് വിന എന്നിവർ ചേർന്നായിരുന്നുവെങ്കിൽ പനാമയുടെ ആശ്വാസ ഗോൾ കണ്ടെത്തിയത് ആമിർ മുറില്ലോയുടെ വകയായിരുന്നു. ഇനി നമ്മളേവരും കാത്തിരിക്കുന്ന ബ്രസീലിൻ്റെ കോപ്പ അമേരിക്കയിലെ ഉദ്ഘാടന മത്സരം കോസ്റ്റാറിക്കയുമായിട്ടാണ് അവരുടെ ആദ്യ മത്സരം നടക്കുന്നത്. നാളെ പുലർച്ചെ 6:30. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.